പഹൽഗാമിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്ക് നീതി നടപ്പാക്കിയിരിക്കുകയാണ് രാജ്യം. ഇനി ഏതവനും ഇന്ത്യയുടെ മണ്ണിലേക്ക് വന്ന് ആക്രമണം നടത്താൻ വിറയ്ക്കുക തന്നെ ചെയ്യും. പഹൽഗാമിലെത്തിയ സാധാരണക്കാരെ കൊന്നു തള്ളിയപ്പോൾ നിങ്ങൾ കരുതിയോ ഈ മഹാരാജ്യം മൗനം പാലിക്കുമെന്ന്? സംഭവം നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും അനക്കമൊന്നും ഇല്ലാതായപ്പോൾ നിങ്ങൾ കരുതിയോ നിങ്ങളെ ഇന്ത്യക്ക് ഭയമാണെന്ന്? ഭീകരവാദം വളർത്തുന്ന ആ മണ്ണിലെത്തി ഇന്ത്യ ഇതാ എണ്ണി കണക്ക് ചോദിച്ചിരിക്കുന്നു. ഭർത്താവിനെ കൺമുന്നിലിട്ട് കൊല്ലുന്നത് കണ്ട ഭാര്യമാർക്ക്, അച്ഛനെ വെടിവെച്ച് കൊല്ലുന്നത് കണ്ട മക്കൾക്ക്, മകന് വധശിക്ഷ നടപ്പിലാക്കിയത് കണ്ട് തരുത്തുപോയ അമ്മമാർക്ക് വേണ്ടി രാജ്യമിത നീതി നടപ്പിലാക്കിയിരിക്കുന്നു. ഇരവാദം മുന്നോട്ട് വെച്ച് ആഗോള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന്റെ ഹൃദയത്തിൽ ചെന്ന് ഇന്ത്യ ഇതാ പണി കൊടുത്തിരിക്കുന്നു. നിങ്ങൾ പറയൂ, ഓപ്പറേഷൻ സിന്ദൂരിൽ ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ? ഉത്തരം എന്തായാലും കമന്റായി രേഖപ്പെടുത്തണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യ ആകെ കാത്തിരുന്ന ആ പ്രത്യാക്രമണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. നിങ്ങൾ എന്താണ് കരുതിയത്? ഇന്ത്യക്ക് തൊടാനാകാത്ത ദൂരത്തിലാണ് നിങ്ങൾ ഉള്ളതെന്നോ? നക്ഷത്രങ്ങൾക്കിടയിൽ ചെന്ന് കൂടുകൂട്ടിയാലും നിങ്ങളെ കൊന്നുകളയുമെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇന്ത്യയുടെ മണ്ണിൽ വന്ന് ഇന്ത്യക്കാരെ തൊടാൻ ധൈര്യം കാണിച്ച പാകിസ്ഥാൻ ഭീകരതയുടെ മടയിൽ ചെന്നാണ് ഇന്ത്യ തകർത്ത് കളഞ്ഞത്. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് ഇന്ത്യ ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിലായാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി മുഴുവൻ ഓപ്പറേഷൻ സിന്ദൂർ തത്സമയം നിരീക്ഷിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയുടെ മണ്ണിൽ കയറി വന്ന് വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് നടത്തിയ അരുംകൊലയ്ക്ക് ഇന്ത്യ ഇതാ നീതി നടപ്പിലാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ മണ്ണിൽ വന്ന് കളിക്കാൻ ധൈര്യപ്പെടുന്നവർ ഇത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണമെന്ന സന്ദേശമാണ് ഇതിലൂടെ ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. ഇനി ഒരുത്തനും അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വരാൻ ധൈര്യം കാണിച്ചാൽ ഈ കത്തുന്ന തീ അവന്റെ നെഞ്ചിലായിരിക്കുമെന്ന ഇന്ത്യയുടെ പ്രഖ്യാപനമായിരുന്നു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രത്യാക്രമണം. പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ മറുപടി എന്ന് ഓർക്കണം. ഇന്ത്യ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഇന്ത്യക്ക് എന്താണ് സംഭവിച്ചത്? നമ്മുടെ യുദ്ധസന്നാഹങ്ങളൊക്കെ എവിടെ പോയി എന്ന ചോദ്യങ്ങളൊക്കെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോഴൊക്കെ സൈന്യം മൗനം പാലിച്ചു. മൗനമായിരുന്നില്ല, അവർ പടയൊരുക്കത്തിലായിരുന്നു. ഒടുവിൽ ശക്തമായ ഭാഷയിൽ ഇതാ നമ്മുടെ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു. ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ആസ്ഥാനവും മുരടിക്കിലെ ലഷ്കർ എ തോയ്ബയുടെ കേന്ദ്രവും ഇന്ത്യ വിജയകരമായി തകർത്തതായും ഇന്ത്യ മുമ്പ് നടത്തിയ മിന്നലാക്രമണങ്ങളെക്കാൾ ഈ ഓപ്പറേഷൻ ഫലം കണ്ടുവെന്നും വിവിധ വൃത്തങ്ങൾ അറിയിച്ചു. 2019-ലെ ബാലാകോട്ട് ആക്രമണത്തിലും 2016-ലെ ഉറി ആക്രമണത്തിനു ശേഷം പാക് അധീന കാശ്മീരിൽ നടത്തിയ ആക്രമണത്തിലും ഭീകര ക്യാമ്പുകൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. മുസാഫറാബാദ്, കോട്ട്ലി, മുരഡിക്, ബഹവൽപൂർ, സർജിൽ, ഗുൽപൂർ, സിയാൽകോട്ടിനടുത്തുള്ള ഒരു സ്ഥലം എന്നിവിടങ്ങളിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ ആക്രമണം നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകി ഇന്ത്യ എന്ന വാർത്തയെ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാകെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ഇന്ത്യയെ തൊടാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം. ഇത്ര നാളും ഇന്ത്യ ആക്രമിച്ചപ്പോഴൊന്നും തന്നെ മരണസംഖ്യ പറയാൻ മടിച്ച പാകിസ്ഥാൻ ഇപ്പോൾ അതിന് തയ്യാറായിരിക്കുന്നു. അതായത് അവരുടെ പതനം അവർ നേരിട്ട് കണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇന്ത്യയുടെ ആക്രമണം നടന്നുവെന്നും അതിൽ ഇത്ര പേർ കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞ് ഇരവാദത്തിന് മുതിരുന്ന പാകിസ്ഥാനോട് നിങ്ങൾ ആരോടാണ് കളിച്ചത് എന്നുകൂടി മനസ്സിലാക്കണം. പഹൽഗാമിലെത്തിയ വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊന്നപ്പോൾ എന്നെ കൂടി കൊല്ലൂ എന്ന് പറഞ്ഞ സ്ത്രീയോട് നീ ജീവിക്കണം, ഇത് ചെന്ന് മോദിയോട് പറയാനെന്നാണ് ആ ഭീകരരിൽ ഒരാൾ പറഞ്ഞത്. അവർ മാത്രമല്ല, രാജ്യമൊന്നാകെ ഈ വിവരം മോദി അറിയിച്ചിട്ടുണ്ട്. സൗദിയിൽ നിന്നും തിരികെ വന്ന നമ്മുടെ പ്രധാനമന്ത്രി അടിയന്തര യോഗം ചേർന്ന് നീതി ഉറപ്പായും നടപ്പിലാക്കുമെന്ന് രാജ്യത്തിന് ഉറപ്പു നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്ര ഉപദേഷ്ടാവ് അജിത് ഡോവലും ചേർന്ന് പദ്ധതികൾക്ക് നേതൃത്വവും നൽകി. ഒടുവിൽ പഹൽഗാമിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ ജീവന് ഇന്ത്യ പകരം ചോദിച്ചു. പാക് ഭീകരർ ചെയ്തതുപോലെ രാജ്യത്തെ സാധാരണക്കാരെയല്ല, ഭീകരതയ്ക്ക് വെള്ളവും വളവും നൽകുന്ന തീവ്രവാദികളുടെ സ്ഥിരാ കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ പോയി ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട സൈനിക ആക്രമണത്തിൽ പാക് അധീന കാശ്മീരിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായിട്ടാണ് ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയുമ്പോൾ ശ്രദ്ധേയമാകുന്നത് ഇന്ത്യ പറയുന്നത് നീതിയെക്കുറിച്ചാണ് എന്ന കാര്യമാണ്. പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനവും ഇന്ത്യൻ സേന വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയത്
മുഴക്കിയതിന് പിന്നാലെ ആദ്യ പ്രതികരണവുമായി സൈന്യം രംഗത്തെത്തിയിരുന്നു. നീതി നടപ്പിലാക്കി, ജയ് ഹിന്ദ് എന്നാണ് സൈന്യം എക്സിൽ കുറിച്ചത്. തിരിച്ചടിക്കാൻ തയ്യാർ, ജയിക്കാൻ പരിശീലിച്ചവർ എന്ന തലക്കെട്ടിൽ മറ്റൊരു വീഡിയോയും സൈന്യം പങ്കുവച്ചിട്ടുണ്ട്. കര, വ്യോമസേനകൾ സംയുക്തമായിട്ടായിരുന്നു ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമാണെന്ന് സേന വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ തന്നെയാണ് സ്ഥിരീകരിച്ചത്. 35 പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ അഹമ്മദ് ഷരീഫാണ് പറഞ്ഞത്. 2 പേരെ കാണാതായതായും പാക് IT മന്ത്രിക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഹമ്മദ് ഷരീഫ് അറിയിച്ചു. പാകിസ്ഥാനിലെ 8 പ്രദേശങ്ങളിലായി ഇന്ത്യ 24 ആക്രമണങ്ങൾ നടത്തിയതായിട്ടാണ് പാകിസ്ഥാന്റെ ആരോപണം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ജെയ്ഷെ ലഷ്കർ താവളങ്ങളാണ് ഇന്ത്യൻ സേന തകർത്ത് കളഞ്ഞത്. സൈന്യം തകർത്ത ബാവൽപൂരിലെ ജെയ്ഷെ കേന്ദ്രം കൊടും ഭീകരർ മസൂദ് അസദിന്റെ പ്രധാന ഒളിത്താവളം കൂടിയാണ്. മുദ്രിക്കയിലെ ലഷ്കർ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിക്കഴിഞ്ഞു. മുദ്രിക്കെ ഹാഫിസ് സയ്യിദിന്റെ കേന്ദ്രമാണിത്. റഫാൽ വിമാനങ്ങളിൽ നിന്ന് മിസൈൽ തൊടുത്തായിരുന്നു ആക്രമണം. ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന 2 കേന്ദ്രങ്ങളാണ് ബാവൽപൂരിലും മുദ്രിക്കയിലുമുള്ളത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടും ഭീകരരുടെ കേന്ദ്രങ്ങളായതിനാലാണ് ഇരു കേന്ദ്രങ്ങളും ആദ്യം തന്നെ ഇന്ത്യ തകർത്ത് കളഞ്ഞത്. അതേസമയം പാകിസ്ഥാനിലെ 4 പാക് അധീന കശ്മീരിലെ 5 ഇടങ്ങളിലുമായി 9 ഇടങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്ത്യയുടെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ന് രാവിലെ 10-ന് ദേശീയ സുരക്ഷാ സമിതി യോഗം വിളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിൽ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെയും പഞ്ചാബ് പ്രവിശ്യയിലെയും സ്കൂളുകൾ അടയ്ക്കാനും നിർദ്ദേശം നൽകി. അതേസമയം നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിലും ഷെല്ലാക്രമണത്തിലും 3 സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഭീകര പരിശീലന ക്യാമ്പുകളിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വെടിവെപ്പുണ്ടായത്. പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റതായും സൈന്യം അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ആദ്യം മുതൽക്കേ നിരപരാധി ചമയാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ ഭീകരത വളർത്തുന്നില്ലെന്നും നിരപരാധിയാണെന്നും ആഗോള സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഒരുപാട് ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. റഷ്യയും അമേരിക്കയും അടക്കമുള്ള ശക്തരായ രാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെ പാകിസ്ഥാൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്റെ രാമനാരായണ എന്ന നയവുമായി പാകിസ്ഥാൻ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. എന്നാൽ പലവട്ടം ഇന്ത്യ ആ കപടതയെ പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുമുണ്ട്. ഇന്ത്യ ശക്തമായി പ്രതികരിക്കുമെന്ന് പാകിസ്ഥാന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നതുകൊണ്ടാകാം ആണവായുധമെടുത്ത് വീശുമെന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയത്. ഈ വിഷയം കൈവിട്ടു പോകുന്നതിന് മുൻപ് UN-നുമായി സമീപിക്കാനും കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിക്കാനുമുള്ള ശ്രമങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും UN സുരക്ഷാ സമിതി യോഗത്തിലും പാകിസ്ഥാന്റെ ആ തന്ത്രങ്ങൾ ഒന്നും വില പോയിട്ടില്ല എന്നാണ് വിവരം. യോഗത്തിൽ അംഗരാജ്യങ്ങളുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ ആകെ അടിപതറി. അടച്ചിട്ട മുറിയിലാണ് 15-അംഗ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേർന്നത്. യോഗത്തിൽ പാകിസ്ഥാൻ കടുത്ത ചോദ്യങ്ങൾ നേരിട്ടെന്നാണ് വാർത്താ ഏജൻസിയായ ANA റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സുരക്ഷാ സമിതി തള്ളിക്കളയുകയാണ് ചെയ്തത്. ആണവ ഭീഷണി മുഴക്കിയതിനെയും മിസൈൽ പരീക്ഷണത്തെയും സുരക്ഷാ സമിതി വിമർശിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ പങ്കിനെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയിലെ സുരക്ഷാ സമിതി അംഗങ്ങൾ പാകിസ്ഥാൻ പ്രതിനിധികളോട് ചോദ്യമുയർത്തിയതായിട്ട് വരുന്ന റിപ്പോർട്ടുകളും നമുക്ക് മുന്നിലുണ്ട്. ഇതോടെ തങ്ങൾക്ക് അനുകൂലമായ രാജ്യാന്തര തലത്തിൽ വിഷയത്തെ മാറ്റാനുള്ള പാക് ശ്രമങ്ങളാണ് പൊളിഞ്ഞു വീണത്. പാകിസ്ഥാന്റെ സമീപകാല മിസൈൽ പരീക്ഷണങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ സമിതി അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചകളിൽ സുരക്ഷാ സമിതി അംഗങ്ങൾ ഭീകരാക്രമണത്തെ അപലപിക്കുകയും ഉത്തരവാദിത്തത്തിന്റെ ആവശ്യകത ഉയർത്തി കാണിക്കുകയും ചെയ്തു. ആണവ ഭീഷണി മുഴക്കിയതിനെ വിമർശിച്ച UN ഭീകരർ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടെന്നും നിരീക്ഷിച്ചു. ഭീകരാക്രമണവുമായി ബന്ധമില്ലെന്ന പാക് വാദം അംഗീകരിക്കാൻ UN സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങൾ പോലും തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിജയം കൂടിയാണ്. അതേസമയം സംഘർഷത്തിലെ ഒരു കക്ഷി കൗൺസിൽ അംഗത്വം ഉപയോഗിച്ച് നടത്തുന്ന ചർച്ച വിജയിക്കില്ലെന്നും പാകിസ്ഥാൻ നടത്തുന്ന അത്തരം ശ്രമങ്ങളെ ഇന്ത്യ ചെറുക്കുമെന്നും UN-ലെ ഇന്ത്യയുടെ മുൻ സ്ഥിരം പ്രതിനിധി അംബാസിഡറായ സയ്യിദ് അക്ബറുദ്ദീൻ പറഞ്ഞിരുന്നു. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും സംഘർഷത്തിലേക്ക് നീങ്ങരുതെന്നുമാണ് UN സെക്രട്ടറി ജനറൽ ഗുട്ടറസ് ആവശ്യപ്പെട്ടത്. ആണവായുധങ്ങളുള്ള ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന ഭയവും അദ്ദേഹം പങ്കുവച്ചു. സംഘർഷം തുടരുന്നത് വേദനാജനകമാണെന്നും ഗുട്ടറസ് വ്യക്തമാക്കിയിരുന്നു.
പക്ഷേ ലോകരാജ്യങ്ങളെല്ലാം ഭയപ്പെട്ട സംഭവം തന്നെയാണ് നടന്നത്. പക്ഷേ ഇന്ത്യ തിരിച്ചടിച്ചത് പാകിസ്ഥാന് നേരെയല്ല, പാകിസ്ഥാൻ വെള്ളവും വളവും നൽകുന്ന ഭീകരതയ്ക്ക് നേരെയാണ് എന്ന് പറയാതെ വയ്യ. നിങ്ങൾ തന്നെ പറയൂ, ഇത് തന്നെയല്ലേ ഇന്ത്യ നൽകേണ്ട മറുപടി? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.